നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയം മുതൽ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ആർ ശ്രീലേഖയുടേതാണ്. ഒരു മുൻ DGP എന്നതിനേക്കാൾ ഉപരി അവരിടപെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ നിലപാടുകൾ, അതൊക്കെ തന്നെയാണ് പലപ്പോഴും വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ആർ ശ്രീലേഖയുടെ പേര് കേൾക്കുന്നത് ധാർഷ്ട്യത്തിൻ്റെ ഒരു രൂപമാണ്. BJPയുടെ പണ്ടൊക്കെ ആര്യയാണ് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ ശ്രീലേഖയാണ് ആ സ്ഥാനത്ത് ഇരുത്താൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ, പരാമർശങ്ങളൊക്കെ വരുന്നു. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് PP ദിവ്യ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ശ്രീലേഖയ്ക്ക് ധാർഷ്ട്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് തോന്നുന്നു? CPM നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ അഭിപ്രായം പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ ഈ CPMൻ്റെ ഈ മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയത്തില്ല, അതാണ് ഇവർ ശരിക്കും കാണിക്കുന്നത്. അതായത് ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ കയറിയിരിക്കുന്ന ആൾക്കാരാണ് CPMകാർ. അവർ പറയുകയാണ് മറ്റവൾക്ക് ധാർഷ്ട്യമാണ്, അഹങ്കാരി എന്നാണ് പറഞ്ഞത്. ആ ഒരു പദമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അഹങ്കാരിയാണ്, അഹങ്കാരം കാണിച്ചു. ശിവൻകുട്ടി പിന്നാലെ വന്നതെന്ന് പറയുന്നു, ഇത്ര ധാർഷ്ട്യവും അഹങ്കാരവും പാടില്ല, ഇതൊന്നും ഞങ്ങൾ വെച്ച് പൊറപ്പിച്ച് തരില്ല. അപ്പോൾ ഈ പറയുന്ന CPM നേതാക്കൾ ഇപ്പോൾ തലങ്ങും വിലങ്ങും വന്ന് നിന്ന് ശ്രീലേഖ അഹങ്കാരിയാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മുൻ മേയർക്കും ഇതേ അഹങ്കാരമായിരുന്നു. എനിക്ക് തോന്നുന്നു പലരും കൊടുക്കുന്ന ഒരു മറുപടി, എന്തായാലും ആര്യയുടെ അത്രയും അഹങ്കാരമൊന്നും ശ്രീലേഖ കാണിച്ചില്ല. അവരവരുടെ അവകാശമാണ് പറഞ്ഞത്, ആവശ്യമല്ല അവകാശമാണ് പറഞ്ഞത്. അതായത് ആ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരൂ എന്ന് പറയുന്നത് അവരുടെ ആവശ്യവും അവകാശവും ആയതുകൊണ്ട് അവർ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ അതിനെ ധാർഷ്ട്യത്തോടെ അപ്പോഴും എടുത്തത് പ്രശാന്താണ് എന്നുള്ള പല വിമർശനങ്ങൾ ഇവർക്ക് മറുപടിയായി വരുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കണ്ടത് ഈ PP ദിവ്യയുടെ പോസ്റ്റ്. ഇത് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഓർത്ത്, ആരാണിത് പറയുന്നത്? അവിടെയാണ് നമുക്ക് ഉപദേശിക്കാനും ഈ ശാസിക്കാനും ഒക്കെ അർഹതയുള്ളവർ പറയുമ്പോഴല്ലേ നമുക്കതിനൊരു വില കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ വെറുതെ അങ്ങ് പട്ടിഷോ കാണിക്കുക എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം PP ദിവ്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു സ്ഥിരം പോരാളിയായി മാറിയിരിക്കുകയാണ്. കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായിരുന്ന കസേര പോയി. വലിയൊരു കണക്കുകൂട്ടലായിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടും എന്നൊക്കെയുള്ള വലിയ കണക്കുകൂട്ടൽ. MLA കസേരയ്ക്കൊക്കെ നോട്ടം ഇട്ട് വെച്ചിരുന്ന ഒരാളാണ്. മാത്രമല്ല CPMൻ്റെ നേതാക്കൾ തലങ്ങും വിലങ്ങും പറയുന്നുണ്ട് അവരുടെ കണ്ണൂരിലെ വീരശൂര പരാക്രമി വനിതാ നേതാവൊക്കെ ആയിട്ടുള്ള ആളാണ് PP ദിവ്യ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഈ CPMൻ്റെ വനിതാ നേതാക്കൾ തന്നെയാണ് ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരിയതും ഈ പാർട്ടിയെ കുഴിതോണ്ടി പുതച്ചതും. കാരണം ഇവരുടെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിലൊക്കെയും ഉയർന്നു വന്ന രണ്ട് പേര്, ഒന്ന് ആര്യ രാജേന്ദ്രനും രണ്ട് PP ദിവ്യയുമാണ്. അതായത് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പറയാണ്, പലരും നമ്മൾ ബൈറ്റ് എടുക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെന്തിനാണ് ആര്യയുടെയും PP ദിവ്യയുടെയും പേര് ഇങ്ങനെ പറഞ്ഞ് അവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ടാർഗറ്റായിട്ട് മാറേണ്ടുന്ന ഒരു കാര്യമുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതല്ല കാര്യം. ഇതിപ്പം ഇതൊരു അഹങ്കാരം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അളവുകോലായിട്ട് ഇവരെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. അതിനകത്തിൽ എല്ലാവരും കുറിക്കുന്നത് ആര്യ രാജേന്ദ്രൻ്റെ അത്രയും അഹങ്കാരം കാണിച്ചില്ലല്ലോ, PP ദിവ്യയുടെ അത്രയും അഹങ്കാരം കാണിച്ചില്ലല്ലോ. അപ്പോൾ അതിന് വഴി വെച്ചു കൊടുത്തവർ ഇവർ തന്നെയാണ്. ഇവിടെ ആരും അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ PP ദിവ്യയൊക്കെ അഹങ്കാരിയാണ് ശ്രീലേഖ എന്നൊരു പോസ്റ്റ് ഇടുമ്പോൾ അവരാലോചിക്കണം, അവർക്കത് പറയാൻ യോഗ്യതയുണ്ടോ എന്നുള്ളത്. ജന്മി തമ്പുരാട്ടി ഒരു പൊടിക്ക് അടങ്ങൂ എന്നുള്ള രീതിയിലായിരുന്നു PP ദിവ്യ പോസ്റ്റ് ഇടുന്നത്. അത് പറയാൻ അവർക്ക് എന്താണ് യോഗ്യത? അവരെന്താണ് കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് കേരളം കണ്ടു കഴിഞ്ഞതാണ്. അവിടെയാണ് ഈ വിമർശിക്കാൻ അർഹതയുള്ളവർ പറയുമ്പോൾ നമ്മളത് കേൾക്കും. പക്ഷേ ഈ സ്വന്തം കയ്യിലിരിപ്പ് അങ്ങേയറ്റം മോശമായിട്ട് മറ്റുള്ളവനെ ഉപദേശിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇമാതിരി മറുപടികൾ കേൾക്കേണ്ടി വരും. അതിന് മാറിയിരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളെ വേട്ടയാടുന്നേ, ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അതായത് ശ്രീലേഖ അഹങ്കാരമാണോ ധാർഷ്ട്യമാണോ കാണിച്ചത് എന്നുള്ളൊരു ചോദ്യം. ഈ ആദ്യം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഞാനും പെട്ടെന്നൊന്ന് ഓർത്തു, അധികാരത്തിൽ കയറിയതേ ഉള്ളൂ, ഇതാണ്ട് തുടങ്ങി അഹങ്കാരം കാണിക്കാൻ എന്ന് പൊതുവെ നമുക്കൊരു തോന്നലുണ്ടായി. പക്ഷേ പിന്നീടാണ് അതിൻ്റെ കൂടുതൽ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവിടെ ആ ഓഫീസിൽ പോയ ഒരാളെന്ന സ്ഥിതിക്ക് ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ നേരെ ആ ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ
മനസ്സിലാവും ഇതിപ്പോൾ നമ്മളും കൂടെ ശ്രീലേഖയുടെ ഒപ്പം നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാവിലെ തന്നെ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതായത് ശ്രീലേഖയല്ല, മറിച്ച് MLA വന്നോ, MLA ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ 2 പേര് അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസാണ് ഈ പറയുന്ന പ്രശാന്തിൻ്റെ ഓഫീസ് കവാട എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു പ്രശാന്ത് സാറല്ലേ, സാറ് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം എന്തായാലും 1 മണിക്കൂർ എല്ലാ ദിവസവും ഇവിടെ കാണും. പിന്നെ കൗൺസിലർ വരുമോ പോകുമോ അറിയില്ല, മുമ്പത്തെ കൗൺസിലറെയും കണ്ടിട്ടില്ല എന്നുള്ള ഒരു ലാഘവത്തോടെ പറയുന്നു, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ള രീതിയിലൊരു സംസാരം. നമ്മളത് എടുത്തു നോക്കുമ്പോൾ ഞാൻ ഇന്ന് ശ്രീലേഖയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള MLA ഓഫീസിലുള്ള ആളുകളുടെ പരാതി എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ മുന്നിലൊരു കാവല് ഗുണ്ടാപ്പട പോലെ 2-3 ആളുകൾ ഇരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നണ്ടേ? ഇപ്പോൾ പല ഫയലുകളും പല പരാതികളും അത് പരിഹരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് റോഡുകളിൽ നിന്നാണ്. മുൻ കൗൺസിലർ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട് അടുത്തായത് കൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അധികവും വീട്ടിൽ തന്നെ വെക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നടത്താൻ പറ്റാത്തതാണെങ്കിൽ അദ്ദേഹം ആ പരാതിക്കാരനെയും കൊണ്ട് സ്വന്തം വാഹനത്തിൽ പോയി റോഡിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു വലിയ പാകപ്പിഴവാണ്. ഇപ്പോൾ പ്രശാന്ത് തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്താണ്? ഇവിടെ സർക്കാർ പറയുന്ന, കോർപ്പറേഷൻ പറയുന്ന തുകയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 827 രൂപ 24 രൂപ എന്ന് പറയുന്നത് കോർപ്പറേഷൻ നിശ്ചയിച്ച തുകയാണ്. അത് കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളും കൊടുക്കും. ഇപ്പോൾ അത് കൂട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അവിടെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 40 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ പ്രശാന്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളാണ്. അവരാണ് കൂട്ടാത്തത്. ഇന്നലെ കയറി വന്ന BJP കൂട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ പണം കൂടുതലായിട്ട് കൊടുക്കാത്തത് എന്നുള്ളൊരു ന്യായീകരണം. ഞാൻ ആലോചിക്കുന്നത് ഇവരെങ്ങനെയാണ് ഇതൊരു ന്യായീകരണമായിട്ട് പറയുന്നത്. ഇപ്പോൾ BJP പറയുന്നു ഇത്രയും ചെറിയ തുക കൊടുത്തിട്ടാണല്ലോ ഒരു MLA പോലും അവിടെ, അതും 10-20,000 രൂപ വാടക കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫീസിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രശാന്തിൻ്റെ മറുപടിയാണ്, ഇവിടെ ഇതായിരുന്നു നിലവിലെത്തിയ തുക. ഞാനൊരു സാമൂഹിക പ്രവർത്തകനാണ്, ജനങ്ങളുടെ സേവകനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിൽ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് എന്ന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ചയാണ് BJP ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഓഫീസിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഓഫീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ ചെറിയ ഓഫീസാണ്. ഇപ്പോൾ പ്രശാന്ത് ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും വളരെ ചെറിയൊരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്പേസ് പോലും അവിടെ ഇല്ല. അതിലൂടെ വേണം കയറിയിട്ട് ശ്രീലേഖയുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി. അവിടെയാണ് എനിക്ക് ഒന്നുകൂടെ വിശദമാക്കേണ്ട ഒരു കാര്യമുള്ളത്. അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പുരുഷൻ, നമ്മൾ അതിനെ അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു സ്ത്രീക്ക് ആ ഒരു സ്പേസിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ അവിടെ ഉള്ളത്? ആ ഒരു ചോദ്യത്തിന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു ഇപ്പോൾ MLA മാത്രമല്ല, MLAയുടെ ശിങ്കിടികൾ മൊത്തം എപ്പോഴും ആ ഓഫീസിൽ 2 പേര് എന്തായാലും കാണുന്നതാണ് ഇന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് 3 പേര് എന്തായാലും പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ കൂടെ കയറി ചെന്നിട്ട് വരും. ഇന്നിപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ ശ്രീലേഖ മാമുണ്ട്, ഞങ്ങൾ 2-3 മാധ്യമ പ്രവർത്തകരുള്ളതുകൊണ്ട് മാമിന് ധൈര്യത്തോടെ കയറി ചെല്ലാം. പക്ഷേ നാളെ ഒരു സമയത്ത് ഇവർ 3 പേരും മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ വിവാദമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ശ്രീലേഖ മാത്രമാണ് കയറി ചെല്ലുന്നതെങ്കിൽ അവരെന്തെങ്കിലും തരത്തിൽ മോശമായിട്ട് ബിഹേവ് ചെയ്താൽ നമുക്ക് മറ്റന്നാളൊരു വാർത്തയായിരിക്കും. പക്ഷേ സാധ്യത പ്രത്യേകിച്ച് CPM-കാരുടെയൊക്കെ പ്രവർത്തനങ്ങളും ധാർഷ്ട്യമൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഭീഷണി എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം പല്ലവിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടെ പോകുമ്പോഴും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്കാർക്കും തയ്യാറല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളത് നോക്കുമ്പോൾ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ, അതായത് പ്രശാന്ത് ഇങ്ങനെ ഒരു ടേബിളിൻ്റെ സൈഡിൽ ഇരിക്കുന്നു. ആ സൈഡിൽ കൂടെയാണ് ശ്രീലേഖ മാമിൻ്റെ ഓഫീസിലേക്കുള്ള വഴി. ആ ഓഫീസിലേക്കുള്ള വഴി എന്നൊക്കെ നമുക്ക് പറയുമെങ്കിലും 2 സ്റ്റെപ്പേ ഉള്ളൂ. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഫീസിൽ എന്ത് സംസാരിക്കുന്നു എന്നത് ഇവിടെ MLAക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രൈവസി പ്രശ്നം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ചുമ്മാ ഒന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ പോലും ഇപ്പുറത്ത് കേൾക്കാം. അത്രമാത്രം ഗ്യാപ്പ്. ഒരു സാധാരണ ഒരു നോർമൽ ഒരു വീടിൻ്റെ വലിപ്പം ഉണ്ടല്ലോ, അത്ര പോലും ഇല്ല. ചെറിയൊരു ക്യാബിൻ എന്ന് പറയും, ചെറിയൊരു ക്യാബിനാണ്. അതിനേക്കാൾ വലിയ കോമഡി എന്ന് പറയുന്നത് ആ റൂമിൻ്റെ അകത്തുള്ള ബാത്റൂമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രശാന്ത് തന്നെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് കൗൺസിലർക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റോർ റൂം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കൊണ്ടിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു. പക്ഷേ ഞാനത് ക്ലിയറായിട്ട് കണ്ടില്ല. എങ്കിൽ പോലും ഞാൻ ഇതിന് മുമ്പ് ഓഫീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു ഫോട്ടോ അതേപോലെ തന്നെയാണ് അവിടെ ഓഫീസിനകത്തും കിടക്കുന്നത്. അതായത് ആ ഒരു ബിൽഡിങ്ങിന് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണത്.
കോമൺ എന്ന് വെച്ചാൽ ഒരു റൂം, ആ റൂമിന്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു റൂം, അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. പക്ഷെ ആ സ്റ്റോർ റൂമിനെ മാറ്റി അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു കൗൺസിലർ റൂമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ സൈഡിൽ ചെറിയൊരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിലേ നിൽക്കാനുള്ള സ്ഥലമില്ല, പക്ഷെ ടേബിള് കൂടെ ബാത്റൂമിലേക്ക് വെച്ചത് കൊണ്ട് ഡോക്യുമെന്റ്സ് മൊത്തം ആ ബാത്റൂമിലാണ് ഇരിക്കുന്നത്. ക്ലോസറ്റ് ഒരു സൈഡിൽ നേരെ ഓപ്പോസിറ്റ് ഈ ഡോക്യുമെന്റ്സ് ആണ് കിടക്കുന്നത്. ഇപ്പോഴും ഈ വിവാദമുണ്ടായി. ഇന്നിപ്പോ കൗൺസിലർ അവിടെ ചെന്ന് ഇന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് പോലും ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ജനങ്ങളുടെ പരാതികൾ നമ്മൾ കക്കൂസിൽ മേടിക്കുന്നു എന്ന് വേണം ഈ ഒരു അവസ്ഥയെ പറയാൻ. അപ്പോൾ ധാർമ്മികമായി അവിടെ നിന്ന് മാറേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉറപ്പായും പ്രശാന്തിനുണ്ട്. കാരണം ആ ഒരു സ്ത്രീക്ക് അവിടെ ഒരു പ്രൈവസി ആവശ്യമാണ്. അവിടെ എല്ലാം പുരുഷ കേസരികളാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആ സ്ത്രീക്ക് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. നമ്മളത് പരിഗണിക്കുക തന്നെ വേണം. പ്രശാന്തിന് വേറെ ഓഫീസുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. പ്രശാന്തിന് MLA ഹോസ്റ്റലിൽ 2 മുറികളുണ്ട്. അത് ആ മുറികൾ അവിടെ വെറുതെ കടന്നുകൊണ്ടാണ് ഒരു 3 മണിക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് 3 മണിക്ക് ശേഷം ഉണ്ടാകും, 1 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 1 മണിക്കൂറത്തേക്ക് വേണ്ടിയാണോ ഒരു MLAയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത്? കൗൺസിലർക്ക് നമ്മൾ ശരിയാണ്, കഴിഞ്ഞ ദിവസമൊക്കെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുന്നുണ്ടായിരുന്നു MLAക്ക് മുകളിലാണോ കൗൺസിലർ എന്ന്. നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു പ്രശ്നം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ ഓടിപ്പിടച്ച് നമുക്ക് MLA കാണാൻ പോകുന്നതാണോ അതോ നമ്മുടെ വാർഡിലുള്ള കൗൺസിലറെ കാണാൻ പോകുന്നതാണോ ഏറ്റവും ഒരു സൗകര്യപ്രദമായ കാര്യം? അപ്പോൾ നമ്മൾ ഏറ്റവും അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് ആരെയായിരിക്കും? വാർഡ് കൗൺസിലർ ആയിരിക്കും. അവരെ കാണാനായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെയൊക്കെ പരാതി ഈ കക്കൂസിൽ മേടിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ജനദ്രോഹപരമായ നടപടിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ കൗൺസിലർ എന്തിനാണ്, അല്ലെങ്കിൽ ആർ ശ്രീലേഖ എന്തിനാണ് ഇത്രയും വാശി പിടിക്കുന്നത്? ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോട്ടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയാണ് പലർക്കും അറിയാത്തൊരു കാര്യമുള്ളത്. അതായത് MLA എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഓഫീസ് മുറി വേണമെങ്കിൽ അദ്ദേഹത്തിന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം എവിടെ വേണമെങ്കിലും എടുക്കാന്നുള്ളതാണ്. പക്ഷേ കൗൺസിലർക്കുള്ള ഓഫീസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ അനുവദിച്ചു കൊടുക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ നിൽക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി വേറൊരു ഓഫീസ് വാടകയ്ക്ക് എടുത്ത് നിൽക്കണം. അത് മാത്രമല്ല, ഈ അവർക്ക് വന്നു പോകാനുള്ള ശ്രീലേഖയുടെ വീടിരിക്കുന്ന സ്ഥലവും കുറച്ച് ദൂരമാണ്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ശാസ്തമംഗലമാണ്. അതുകൊണ്ടാണ് അവരവിടെ എനിക്ക് കുറച്ച് സ്പേസ് തരുമോ എന്ന് പ്രശാന്തിനോട് റിക്വസ്റ്റ് ചെയ്തു എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് എനിക്ക് പ്രശാന്തിനെ വ്യക്തിപരമായി അറിയാവുന്നത് കൊണ്ട് ഫോണിൽ ഞാൻ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അല്ലാതെ അവരത് വിവാദമാക്കാനോ ധാർഷ്ട്യമാക്കാനോ ഒന്നുമല്ല ശ്രമിച്ചത്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറയുന്ന പോലെ തന്നെ അവിടെ ഈ ശാസ്തമംഗലത്തെ MLA ഓഫീസിൽ ഈ പറയുന്ന BJPയുടെ ഏതെങ്കിലും ഒരു MLA ആയിട്ട് ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു MLA ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ കൗൺസിലറായിട്ട് വരുന്നത്, ഈ ശാസ്തമംഗലത്തെ കൗൺസിലറായിട്ട് വരുന്നത് CPM നിർത്തിയ ഏതെങ്കിലും ഒരു വനിതാ നേതാവാണ് അവിടെ വിജയിക്കുന്നതെങ്കിൽ അവര് ഇതേ ആവശ്യം ഉന്നയിക്കത്തില്ലേ? ഇവിടുന്ന് ഒന്ന് മാറിത്തരാമോ, ഞങ്ങൾക്ക് സ്പേസ് ഇല്ല, ഉറപ്പായും പറയും. അപ്പോഴത്തേക്ക് അത് മാറിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കളി മാറുകയാണ്. ഞങ്ങളോട് ധാർഷ്ട്യം കാണിക്കുന്നു, ഞങ്ങൾക്ക് തരുന്നില്ല, ഞങ്ങളുടെ സ്ഥലം പിടിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉയരും. ഇതാണ് പറയുന്നത്. ഇവരിടുന്നതെല്ലാം ബർമൂട, ബാക്കിയുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ ഈ വള്ളിക്കളസം എന്നുള്ള നിലപാടുണ്ടല്ലോ, അതാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിപ്പോൾ ശ്രീലേഖ ധാർഷ്ട്യം കാണിച്ചതല്ല, അവരവരുടെ ആവശ്യം, അവകാശം ചോദിച്ചു. അതിനെ ഇത്ര ഒരു വലിയ വിവാദമാക്കി എനിക്ക് മാറാൻ സൗകര്യമില്ല എന്നാ മാറ്റി കാണിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള പ്രശാന്തിന്റെ ഇടപെടലുകൾ വളരെ മോശമായി പോയി. കാര്യം പ്രശാന്ത് എന്ന് പറയുന്ന ആൾ പരാതിയും കൊടുക്കാൻ പോവാണ്. അതായത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നവർക്കെതിരെ പരാതി കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മൈക്കിനെതിരെയൊക്കെ പരാതി കൊടുത്ത ചരിത്രമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതൊന്നും വിലപ്പോകില്ല. കാരണം ഇതൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ വാർത്തയാക്കുക തന്നെ ചെയ്യും. ഇത് വാർത്തയാക്കുന്നവർക്കെതിരെ ഭീഷണിയും കൊണ്ടൊക്കെ ഈ CPM വന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രശാന്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം പ്രശാന്ത് കോർപ്പറേഷനിൽ മേയറായിരുന്ന കാലം തൊട്ട് ഒരു പരിചയമുള്ളതാണ്. അപ്പോൾ ഏറ്റവും സൗമ്യനായി ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുകയും ഇപ്പോൾ ഒരു വിവാദമുണ്ടാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിനെ ഒന്ന് തണുപ്പിച്ച് എല്ലാം ഒന്ന് കൂളാക്കി നിർത്തിപ്പോകുന്ന ഒരാൾ. മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന, നമ്മളെപ്പോഴും ഈ പറയുന്ന
ആര്യ രാജേന്ദ്രൻ ധാർഷ്ട്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആര്യയ്ക്ക് മേയർ കസേരയിൽ പ്രശാന്ത് ഇരുന്ന സമയത്തെ കാര്യങ്ങളെങ്കിലും ഒന്ന് നോക്കി അതുപോലെ ഒന്ന് പ്രവർത്തിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതേ പ്രശാന്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് നടപടി ഉണ്ടാകുന്നത്. അത് വളരെ മോശമായി പോയി എന്ന് മാത്രമല്ല, എന്തായാലും ഇപ്പോൾ ശ്രീലേഖ ഇങ്ങനെ ഒരു അഭിപ്രായം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് BJP പുറത്തു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രശാന്തിന്റെ മാത്രമല്ല, നെയ്യാറ്റിൻകരയിലെ GR അനിലിന്റെ അടക്കം ഓഫീസുകൾ, MLA ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് കോർപ്പറേഷന്റെ അനുമതിയുള്ള കെട്ടിടത്തിലാണ് എന്ന് പറയുന്നു. അവിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം VV രാജേഷ് ഉത്തരവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മേയറായിട്ടുള്ള VV രാജേഷ് ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ ഉപയോഗിക്കുന്നു എന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റാസ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അവസാനമായിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പെട്ടുപോകും എന്നുള്ള കാര്യങ്ങളാണ്. കാരണം 40 വർഷത്തോളമായിട്ട് ഇവിടെ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം വെറും 250 രൂപയ്ക്കടക്കം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ ഇന്നും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നടന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന കെട്ടിടങ്ങൾ പലതും ഉപയോഗിക്കുന്നത് CPM നേതാക്കന്മാരും CPM-ഉമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുമാണ് എന്നുള്ളതാണ് വിരോധാഭാസം. ഇപ്പോൾ പ്രശാന്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ന്യായീകരണമായിട്ട് പറയുന്നത്, ഇതൊന്നും ഞാൻ ഇതിലൊരു തെറ്റുകാരനല്ല, ഞാൻ കോർപ്പറേഷൻ തന്നു, ഞാനത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ആ കോർപ്പറേഷൻ ആരാണ് ഭരിച്ചത്, കോർപ്പറേഷൻ ആരെ കൈവെള്ളയിലായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. എന്തായാലും BJP വലിയൊരു അഴിച്ചുപണിയിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു സൂചനകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ കാണുമ്പോഴുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ധാർഷ്ട്യത്തിന്റെ കാര്യം പറയുമ്പോൾ R ശ്രീലേഖയ്ക്ക് മാത്രമല്ല, പറയാൻ അർഹതയുള്ളവരാണെങ്കിൽ പറയുക എന്നുള്ളത് മാത്രമാണുള്ളത്.